മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് എടുക്കാൻ പോകുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററാണ് ഗുരുത്വാകർഷണം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ഉരുണ്ടിട്ടാണ്. ആ ഉരുണ്ട ബോളിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന ജീവജാലങ്ങളൊക്കെ നിന്ന് പോണത്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കൂലേ, ഇതിങ്ങനെ പോകുമ്പോൾ താഴെ വരുന്നവർ താഴേക്ക് വീഴില്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ നമ്മളെ ഭൂമിയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന എന്താണ്? ആ ഒരു ബലമാണ് എന്ത്? ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണം. ഭൂമിയിൽ അതിലുള്ള എന്താണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പരം ഒരു ആകർഷണമുണ്ട്. ഈ ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ ഭാരത്തിൻ്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള ആരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ എന്താണ്? പരസ്പരം ആകർഷിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്? ഇവയെ ഭൂമിക്കും ഒരു ആകർഷണമുണ്ട്. ഇവ തമ്മിൽ ആകർഷണമാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. ഭൂമിയുമായിട്ടുള്ള ആകർഷണമാണ് ഭൂഗുരുത്വാകർഷണം. ഇതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കളുടെ ഭാരത്തിൻ്റെ ഗുണനഫലത്തിന് നേറനുപാതത്തിലും ഇത് തമ്മിലുള്ള ആരത്തിൻ്റെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവ തമ്മിലുള്ള ആരത്തിൻ്റെ, അതായത് ഈ വസ്തുവിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് മറ്റേ വസ്തുവിൻ്റെ കേന്ദ്രത്തിലേക്ക്, അപ്പോൾ അവിടെ നിന്നുള്ള ആരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ആ രണ്ട് വസ്തുക്കളുടെ ഭാരത്തിൻ്റെ ഗുണനഫലത്തിന് നേറനുപാതത്തിലും അതേപോലെ തന്നെ അവ തമ്മിലുള്ള ആരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വാകർഷണം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ വസ്തുക്കളുടെ ഭാരത്തിൻ്റെ ഗുണനഫലത്തിന് നേറനുപാതത്തിലും അവ തമ്മിലുള്ള ആരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഇതിനെയാണ് ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ അനുപാതം കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കും. ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സംഖ്യയാണ്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ജി എന്ന് ഡിനോട്ട് ചെയ്യണത്. ക്യാപിറ്റൽ ജി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 6.67 ഇൻറ്റു 10⁻−11. ഇതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ആ ജീനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഗുരുത്വാകർഷണം എന്താണെന്ന് പറഞ്ഞു? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ആ ആകർഷണ ബലം എന്ന് പറയുന്നത് ആ വസ്തുക്കളുടെ ഭാരത്തിൻ്റെ ഗുണനഫലത്തിന് നേറനുപാതത്തിലും അതേപോലെ തന്നെ എന്താണ്? അവരുടെ ആരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ അനുപാതം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ക്യാപിറ്റൽ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ആ വാല്യൂ ആണ് 6.67 ഇൻറ്റു 10⁻−11. ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. അപ്പോൾ ജിയുടെ വാല്യൂ ഓർത്തിരിക്കാം. ഇനിയാണ് നമുക്ക് നോക്കാനുള്ളത് പ്ലവന ബലം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളത്തിലേക്ക് ഒരു വസ്തു വീഴുകയാണെങ്കിൽ ആ വസ്തുവിന് എതിരെ ആ വെള്ളം പ്രയോഗിക്കുന്ന ഒരു ബലം, അതിനെയാണ് എന്ത് പറയുക? പ്ലവന ബലം എന്ന് പറയുന്നത്. അതായത് ഒരു ദ്രാവകത്തിലേക്ക് ഒരു വസ്തു വീഴുമ്പോൾ, വെള്ളത്തിലേക്ക് ഒരു വസ്തു വീഴുന്ന സമയത്ത് ആ വെള്ളം ആ വീഴുന്ന വസ്തുവിനെതിരെ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് പ്ലവന ബലം എന്ന് പറയാം. ഇനി നമുക്കിതിൽ നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ആർക്കിമിഡീസ് നിയമം അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിമിഡീസ് ആണത് കണ്ടുപിടിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടാവും യുറേക്ക എന്ന് പറഞ്ഞിട്ടൊക്കെ പോയത്. അപ്പോൾ ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയണത് അപ്പോൾ പ്ലവന ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള നിയമമാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ.
അതായത് ഒരു വസ്തു ഒരു ദ്രാവകത്തിലേക്ക് ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന സമയത്ത്, ഒരു വസ്തു ഒരു ദ്രാവകത്തിലേക്ക് ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആ കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും അല്ലേ? ആ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ വസ്തുവിൽ അവിടെ പ്രയോഗിക്കപ്പെട്ട പ്ലവന ബലത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു ഒരു ദ്രാവകത്തിലേക്ക് ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ അവിടെ നിന്നും ആദേശം ചെയ്യപ്പെട്ട ദ്രാവകത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അവിടെ പ്രയോഗിച്ച പ്ലവന ബലത്തിന് തുല്യമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കല്ലിടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം പോവും. ആ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടായ പ്ലവന ബലത്തിന് തുല്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ആ ബാട്ടബിൽ കിടന്നിട്ട് ആള് യുറേക്ക എന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ഇതാണ് പ്ലവന ബലം. പ്ലവന ബലം എന്ന് പറയുന്നത് എന്താണ്? പ്ലവന ബലം എന്ന് പറയുന്നത് ഒരു ദ്രാവകത്തിലേക്ക് ഒരു വസ്തു വന്ന് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മുങ്ങുന്ന സമയത്ത് ആ വസ്തുവിനെതിരെ ആ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവന ബലം. ആ പ്ലവന ബലം എത്രയാണ് എന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ആര്? ആർക്കിമിഡീസ്. അതുകൊണ്ട് അതിനെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആർക്കിമിഡീസ് നിയമം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അവിടെ നിന്നും ആദേശം ചെയ്യപ്പെട്ട ദ്രാവകത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രയോഗിച്ച പ്ലവന ബലത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് നിയമം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മുങ്ങിക്കപ്പലുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുങ്ങിക്കപ്പലുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കൂർത്തിരിക്കണ ഇതുണ്ടല്ലോ അവരുടെ, അത് ആ കൂർത്ത രീതിയിൽ അവരുടെ ആ ഷേപ്പ്, അതേപോലെ തന്നെ ദ്രാവകത്തിൻ്റെ സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള ഹൈഡ്രോമീറ്റർ, പാലിൻ്റെ ഗുണം കണ്ടുപിടിക്കാനുള്ള ലാക്ടോമീറ്ററൊക്കെ എന്താണ്? ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്തുകൊണ്ടാണ് കപ്പലുകളുടെയൊക്കെ ഷേപ്പ് ഇങ്ങനെ സൈഡുകൾ കൂർത്ത പോലെ നിർമ്മിക്കുന്നത്? എന്താണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഹൈഡ്രോമീറ്ററിൻ്റെ പ്രവർത്തന തത്വം ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ലാക്ടോമീറ്ററിൻ്റെ പ്രവർത്തന തത്വം ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഇനി സ്മോൾ ജി, അതാണ് എന്ത്? ഭൂഗുരുത്വം. സ്മോൾ ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വമാണ്. അപ്പോൾ സ്മോൾ ജി എന്ന് പറയുന്നതാണ് ഭൂഗുരുത്വം. ഈ ഭൂഗുരുത്വം എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ സ്മോൾ ജിയുടെ വാല്യൂ സ്മോൾ ജി ആണ് ഭൂഗുരുത്വം എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ജി എന്തായിരുന്നു? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ ജി എന്ന് പറയുന്നതാണ് ഭൂഗുരുത്വം എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതാണ് അതിന് ശരിയായിട്ടുള്ള വാല്യൂ. പക്ഷേ ഭൂമിയിൽ എല്ലായിടത്തും ഇതല്ല വാല്യൂ. ധ്രുവപ്രദേശങ്ങളിൽ എന്താണ്? ജിയുടെ വാല്യൂ കൂടുതലും, ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ വാല്യൂ കുറവുമായിരിക്കും. അതായത് 9.8 കുറവുമായിരിക്കും. ഇതും കൂടി ഓർത്തു വയ്ക്കാം. അത് മാസും അല്ലെങ്കിൽ മാസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഭാരവും മാസും തമ്മിൽ, അല്ലെങ്കിൽ മാസും വെയിറ്റും, ഭാരം എന്ന് പറയുന്നത് വെയിറ്റ്, മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ്. അതിനൊരിക്കലും എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. ഒരു വസ്തുവിൽ എന്തുമാത്രം ദ്രവ്യം അടങ്ങിയിട്ടുണ്ട് അതാണ് അതിൻ്റെ മാസ്. അതിലേക്ക് ഗുരുത്വാകർഷണം കൂടെ വരുമ്പോഴാണ് അതിന് വെയിറ്റ് ഉണ്ടാവുന്നത്. വെയിറ്റ് ഉണ്ടാവുന്നത്. മാസ് ഇൻറ്റു ഗ്രാവിറ്റി, അല്ലെങ്കിൽ മാസ് ഇൻറ്റു ഗുരുത്വം, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. മാസ് സ്ഥിരമാണ്, വെയിറ്റ് സ്ഥിരമല്ല. എന്തുകൊണ്ടാണ് ഭാരം സ്ഥിരമല്ലാത്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ജിയുടെ വാല്യൂ പല ഭാഗങ്ങളിൽ പലതാണ്. സാധാരണ എന്താണ്? 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതേ ആൾ തന്നെ എവിടെ? ഭൂമധ്യരേഖയിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് കുറയും. കാരണം എന്താ? ജിയുടെ വാല്യൂ അവിടെ കുറവാണ്. ഇതേ ആൾ തന്നെ ധ്രുവപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. എന്തുകൊണ്ടാണ്? അവിടെ ജിയുടെ വാല്യൂ കൂടുതലാണ്. മാസ് മാറില്ല, വെയിറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയാൽ നമുക്ക് വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയണത്. അവിടെ എന്തില്ല? ഭൂഗുരുത്വം ഇല്ല.
അപ്പോൾ നമുക്ക് വെയിറ്റ് ഇല്ല, പക്ഷെ മാസ് ഉണ്ട്. നമ്മൾ എവിടെ പോയാലും നമുക്ക് മാസ് ഉണ്ട്. മാസിന് മാറ്റമില്ല, വെയിറ്റ് അല്ലെങ്കിൽ ഭാരമാണ് മാറുന്നത്. മാസ് ഇൻറ്റു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വമാണ് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.